കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വിയിൽ നടന്ന മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ കോൺഗ്രസിനെ വൈറ്റ് സിമൻ്റ് അടിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന സ്മൃതി പരുത്തിക്കാടിൻ്റെ പ്രകടനം ഒന്ന് കാണേണ്ടതായിരുന്നു. ഇതിനു മുൻപേയുള്ള കഥകളൊക്കെ അറിഞ്ഞ കേരളീയർ സ്മൃതി ഇതെന്താ പറയുന്നത് എന്ന് അന്തം വിട്ട് സ്ക്രീനിൽ നോക്കിയിരുന്നു കാണണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി കോൺഗ്രസ് പിരിച്ച ഫണ്ടിന് കണക്കില്ല. ഫണ്ട് പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് കാണാനില്ല. പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ അത് ആരംഭിക്കുമെന്നോ തീരുമെന്നോ യാതൊരു വിശ്വാസവുമില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് കോൺഗ്രസിനെ ന്യായീകരിച്ച് മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ സ്മൃതി പരുത്തിക്കാട് വർദ്ധിത വീര്യത്തോടെ സംസാരിച്ചത്. ഇത് കേട്ടുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ സ്മൃതി പരുത്തിക്കാടിൻ്റെ ന്യായീകരണത്തിനിടയിൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലവുമായി ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് ബന്ധമുണ്ട്. സ്മൃതിയുടെ ന്യായീകരണ ബഹളത്തിനിടയിൽ അരുൺകുമാർ വയനാട്ടിലെ ദുരന്ത ബാധിതർക്കുള്ള ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ ഇനി കേരളം ഭരിക്കേണ്ടത് ആരാണ് എന്നുള്ളതിന് കൃത്യമായ സൂചനയാണ്. അതിനൊപ്പം തന്നെ വോട്ടർമാർക്കുള്ള മുന്നറിയിപ്പും. രാഹുൽ ഗാന്ധി ഇവിടെ നേരെ വന്ന് കേന്ദ്ര ഏജൻസി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ത് എന്ന രൂപത്തിലല്ല അത് ചോദിക്കുന്നതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പിടിമുറുക്കാറ്, അവിടുത്തെ ഭരണകൂടങ്ങളോട് എങ്ങനെയാണ് പെരുമാറാറുള്ളത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെരുമാറ്റം കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിന് നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരുമായി ഒരു അനുനയത്തിൽ പോകുന്ന ഒരു സമീപനം പിണറായി വിജയനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സ്റ്റാലിൻ നടത്തുന്ന പോലെ, മമതാ ബാനർജി നടത്തുന്ന പോലെയുള്ള ഒരു ഫൈറ്റ് പിണറായി വിജയന്റെ ഭാഗത്ത് നമ്മൾ കാണുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി എന്തുകൊണ്ട് ഇവിടേക്ക് വരുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. അല്ലാതെ എന്നെ ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് പിണറായി വിജയനെ നേരെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. ആ അറസ്റ്റ് ചെയ്ത നിമിഷമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസിന് ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന അർത്ഥമില്ല. ഇവിടെ എന്തൊക്കെയോ ഒത്തുതീർപ്പുകൾ ഉണ്ടാകുന്നു എന്നതാണ് ആ കാര്യം പറഞ്ഞതിലൂടെ ഉന്നയിച്ച ഒരു ചോദ്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തായി പറയുന്നത് ഈ വലിയ വിഷയമായി, അതായത് ഉള്ളതിലും വലിയ വിഷയമാക്കി ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്നത് വയനാട്ടിലെ കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടാണല്ലോ. അവർ ഒരു കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്വന്തം നിലയ്ക്ക് ചില പണം പിരിക്കലുകൾ നടത്തിയിരിക്കുകയും ആ പണം പിരിക്കലിന്റെ ഭാഗമായി ഞങ്ങൾ ഇത്ര വീടുകൾ നൽകുമെന്നുള്ള വാഗ്ദാനം നൽകുകയും ചെയ്തിരിക്കുന്നു. സർക്കാർ നൽകുന്ന വീടുമായിട്ടാണ് കോൺഗ്രസ് നൽകുന്ന വീടിനെ പ്രത്യേകമായി താരതമ്യം ചെയ്തതെന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. സർക്കാർ നൽകുന്ന വീടുകൾ എന്നുള്ളത് ഞാനും നിങ്ങളടക്കം നമ്മൾ ഓരോരുത്തരും നൽകിയ പണം, അത് 777 കോടി അടക്കം വരുന്ന ആ തുകയിൽ നിന്ന് എടുത്ത എത്ര കണക്കാണ് ഉപയോഗിച്ചത്, എത്ര രൂപ ഉപയോഗിച്ചു എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. എത്ര തുക ബാക്കിയുണ്ട് എന്നുള്ളതും 2 വർഷം പൂർത്തിയാകുമ്പോഴാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഡോക്ടർ അരുൺ, അസ്വസ്ഥനാകാതിരിക്കും. അപ്പോൾ ആ വീടിന്റെ പണി പൂർത്തിയായി എന്ന് പറയുമ്പോൾ 178 വീടുകളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 400-ലധികം വീടുകൾ പൂർത്തിയാക്കാനുണ്ട്. 178 വീടുകൾ പൂർത്തിയായി എന്ന് പറയുമ്പോൾ ആ വീടിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ താക്കോൽ കൊടുക്കുന്നതിനുള്ള തിരക്കും നമ്മൾ കണ്ടാണ്. ആ വീടുകളിലേക്ക് താമസം തുടങ്ങിയോ? താമസം തുടങ്ങാനായ സംവിധാനമായ വീടിലേക്ക് പ്രവേശിക്കാനാകുമ്പോഴാണ് വീട് നൽകിയെന്നത് പൂർണ്ണാർത്ഥത്തിൽ ശരിയാവുക. അപ്പോൾ 178 വീടുകളിലും താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാൾ പോലും താമസിക്കാൻ തുടങ്ങിയിട്ടില്ല സർക്കാർ നൽകിയ വീടിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് അവിടെ ഒരു മിനിറ്റ് നിങ്ങൾ ഭൂരിപക്ഷ ശബ്ദം കൊണ്ട് എന്നെ അടക്കാൻ ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു 178 വീടുകൾ കിട്ടിയവരിൽ ആരെങ്കിലും ഒരാൾ വന്ന് ഈ വീട് താമസയോഗ്യമല്ല, മണ്ടത്തരം പറയാതിരിക്കും സുനിൽ. ഞാൻ ആ വാക്കുപയോഗിക്കും, മണ്ടത്തരം എന്ന്. കാരണം 178 വീടും അവർക്ക് അത്യാവശ്യമാണ്. അവർ ആ വീട് കാത്തിരിക്കുന്നവരാണ്. അവരൊന്ന് പരാതി ഉറക്കെ പറയാനോ? പരാതികൾ ഉണ്ടായിട്ടുണ്ട്, പ്രതികരണങ്ങൾ ഉണ്ടായിട്ട് ആ പ്രതികരണം കണ്ട ശേഷമാണ് ഞാൻ പറയുന്നത്. 2-3 സ്ത്രീകളുടെ എന്താണ് ഡോക്ടർ അരുൺ കേൾക്കൂ ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് വീട് പൂർണ്ണമായും ഞങ്ങൾക്ക് താമസിക്കുന്ന യോഗ്യമായി കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, എപ്പോഴാണ് കയറി താമസിക്കാനാവുക എന്ന ആശങ്കയുണ്ട് എന്ന് സ്ത്രീകൾ പറയുന്ന പ്രതികരണം ഞാൻ കണ്ടു.
അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണമല്ല, സ്ത്രീകൾ പറയുന്ന അവിടെ വീട് കിട്ടിയ ആളുകൾ പറയുന്ന പ്രതികരണം ഞാൻ കണ്ടു. ആ 178 വീട് താമസയോഗ്യമാകുമ്പോഴാണ് വീട് കൈമാറിയെന്ന് പൂർണ്ണാർത്ഥത്തിൽ ശരിയാവുക. ഇനി പറയട്ടെ, ഇത് പൂർത്തിയാവാത്തതുകൊണ്ടാണല്ലോ നാളെ 21 വീടുകൾ കൊടുക്കുമെന്ന് പറഞ്ഞത് 5-ാം തീയതിക്കകം. നാളെ 5-ാം തീയതിയാണ്. 21 വീടുകളിലേക്ക് കയറി താമസിക്കുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. നാളെ കയറുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അത് സംഭവിക്കട്ടെ. എന്നിട്ട് കൃത്യമായി പറയുന്നുണ്ട് വിഷു കഴിഞ്ഞ് 14-ാം തീയതി കഴിഞ്ഞിട്ടുള്ള വീടുകൾ ബാക്കി 400 പൂർത്തിയാകുമെന്ന്. പണി ഇഴയുന്നതും പണി വേഗത്തിലാകുന്നതും ഒക്കെ പ്രത്യേക ഘട്ടത്തിലായിരുന്നു. ഇതൊക്കെ തന്നെ മാധ്യമങ്ങൾ പുറത്തു പറഞ്ഞ ഘട്ടത്തിലാണ് വേഗം കൂടുകയും ചെയ്തത്. നാളെ ആ 21 വീടെങ്കിലും പൂർത്തിയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതവിടെ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി നൽകുന്ന വീടുകൾ സ്ഥലം വാങ്ങിയ സ്ഥലത്ത് പോയി ഡിവൈഎഫ്ഐയുടെ അശ്ലീല സമരം നടക്കുന്നത്. ഞാൻ അശ്ലീല സമരം എന്ന് തന്നെ പറയും. കാരണം അങ്ങനെ ഒരു സമരം അവിടെ നടത്തേണ്ടത് അവർ വാങ്ങിയ സ്ഥലത്തിന്റെ പുറത്ത് വാങ്ങി നടത്തേണ്ട ഒരു കാര്യം ഡിവൈഎഫ്ഐക്കില്ല. അവരവരുടെ നിലയ്ക്ക് നൽകിയ കാര്യം ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് ചെയ്തതാണ്. സ്വന്തം നിലയ്ക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതിന് ഈ സമരവുമായി ഡിവൈഎഫ്ഐ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് ധാർമ്മികമായും ശരിയായ രീതിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി കോൺഗ്രസ് ഈ കണക്ക് ഇന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തമായ കണക്ക് പറയാൻ എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യം എനിക്ക് കോൺഗ്രസിനോടുമുണ്ട്. ഈ പറഞ്ഞ ആരോപണങ്ങൾ കേൾക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് രണ്ടുപേരുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് വന്നതെന്നും ഏത് ബാങ്കിലാണെന്നും പറഞ്ഞു. ആപ്പ് വഴി ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നിങ്ങളുടെ പണം എവിടെ, നിങ്ങളുടെ കണക്ക് എവിടെ എന്നാണ്. കണക്ക് ഇവിടെ പറയുമ്പോൾ പറയുന്നത് ആ ആപ്പ് എവിടെയെന്ന്. എന്താണ് നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിൽക്കുകയാണ്. ആപ്പ് ഉള്ളത് കൊണ്ടാണ് ഓരോരുത്തരും ഒരു മിനിറ്റ് ഇല്ലില്ല ഓരോരുത്തരും കയ്യിൽ ഒരു മിനിറ്റ് പൊതുജനത്തിന്റെ പൊതുജനത്തിന്റെ ഭാഗത്തിനായിട്ടുള്ള കാര്യം തന്നെ മറ്റൊരു നടക്കുന്നത്. ഒരു മിനിറ്റ് പറയട്ടെ. പറയട്ടെ സുനിൽ, ഇന്ന് ഉത്തരം പറഞ്ഞിരിക്കുന്നു, എത്ര കണക്കുകൾ എന്നുള്ള പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കയ്യിലുള്ള പണം ഇത്രയാണെന്നും സ്ഥലം വാങ്ങിയ ശേഷം വീട് വാങ്ങാനുള്ള പണം ഞങ്ങളുടെ കയ്യിലില്ല എന്നും പറയുന്നുണ്ട് അല്ലേ? ആ പണം പറയുമ്പോഴും പറയുന്നു ഇനി AICC നൽകാനുള്ള തുകയുണ്ട്. ആ വീട് നിർമ്മിച്ച് നൽകിയില്ലെങ്കിൽ ആ നിമിഷം നമുക്ക് പറയാമെന്നേ. വീട് നിർമ്മിച്ച് നൽകിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് ചോദ്യം ചെയ്യണം. അതിനുശേഷമാണ് ഈ കണക്കുകൾ മുഴുവൻ പൂർത്തിയാക്കേണ്ടത്. എത്ര തുക ചെലവഴിച്ചു എന്നുള്ള കാര്യം പറയേണ്ടത്. AICC നൽകാനിരിക്കുന്ന തുകയുണ്ട്. അതുകൂടി വരട്ടെ. അതുകൂടി വന്ന ശേഷമാണ് വീട് നിർമ്മിച്ച് നൽകുമോ, വീട് നിർമ്മിച്ച് തന്നേ പറ്റൂ. പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തോ എന്നുള്ളതല്ല, വീട് നിർമ്മിച്ച. ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ, വീട് നിർമ്മിക്കാനുള്ള പണമില്ല എന്ന് പറഞ്ഞല്ലോ. പണമില്ല എന്ന് പറഞ്ഞു. ഗുണഭോക്താക്കളെന്നറിയാമോ? അങ്ങ് പോയി അന്വേഷിക്കൂ. CPM-ന്റെ എല്ലാ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അങ്ങയുടെ കയ്യിൽ അങ്ങോട്ട് വായിക്കൂ. ഇത് ശരിയല്ല കേട്ടോ. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി കേൾക്കൂ. അങ്ങേക്ക് ഓർമ്മ വന്ന കള്ളൻ പവിത്രനും അങ്ങേക്ക് ഓർമ്മ വന്ന ജോർജ് കുട്ടിയും ഒക്കെ ഈ പറഞ്ഞ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് മോഷണത്തിലും കൂടി തോന്നേണ്ടതാണ്. ഏതെങ്കിലും സിനിമ അങ്ങേക്ക് ഓർമ്മ വന്നോ ആവോ? ഒന്നും പറഞ്ഞു കേട്ടില്ല. ഇവിടെ വി കുഞ്ഞികൃഷ്ണൻ കണക്കുകൾ പറയാൻ പാർട്ടി ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച വി കുഞ്ഞികൃഷ്ണൻ ഓഡിറ്റ് ചെയ്ത കണക്ക് പാർട്ടിക്ക് നൽകുമ്പോൾ അതിന്മേൽ നിശബ്ദമായിരിക്കുകയും അത് പറഞ്ഞ ആൾ പുറത്തേക്ക് പോകേണ്ടി വരികയും ചെയ്ത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞത് എന്താണ്? CPM നേതാവ് M സ്വരാജ് കണക്ക് കൊടുക്കേണ്ടതില്ല എന്ന്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സ്വയം പുറത്തിറങ്ങിയ ഒരു നേതാവിനെ പെട്ടെന്ന് തന്നെ കള്ളനാക്കാൻ പറ്റിയല്ലോ. TK ഗോവിന്ദൻ ഇന്ന് പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ TK ഗോവിന്ദനോട് KK രാഗേഷ് എന്താണ് പറയുന്നത്? തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത് എന്നാണ്. തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞവരുടെ തല പോയ ചരിത്രം അവിടെയുണ്ട്. അതുകൊണ്ട് ഭയക്കണം, TK ഗോവിന്ദൻ ഭയക്കണം. നാളെ ജീവൻ എന്തും സംഭവിക്കാമെന്നുള്ള ഭയം വേണം. ആ ഭയപ്പാടാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതികരണത്തിലൂടെ. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ഒരു തരത്തിലും ഒരു ബാധ്യതയില്ല എന്ന മട്ടിൽ കാര്യങ്ങൾ പറയരുത്. SDPI-യുമായി ബന്ധപ്പെട്ട് ആർജവമുണ്ട്. 2024 പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞതാണ് SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ CPM-ന് ആർജവമുണ്ട് എന്ന്. ആ ആർജവുമായി ബന്ധപ്പെട്ട് അങ്ങാണല്ലോ MV ഗോവിന്ദനോട് ചോദിച്ചത്. എന്താണ് പറഞ്ഞത്? എന്താ വോട്ട് കിട്ടിയ പ്രശ്നം എന്നാണല്ലോ. അപ്പോൾ SDP-യുടെ വോട്ട് വാങ്ങാം. SDP ആണോ ജമാഅത്തെ ഇസ്ലാമിയാണോ തീവ്രത എന്ന കാര്യത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഏറ്റവും തീവ്രത SDP-ക്കായിരുന്നു അല്ലേ? ആ തീവ്രത ഇപ്പോൾ പറയുകയാണ് ജമാഅത്തേക്കാൾ വലുതാണോ SDP എന്ന്. മാത്രമല്ല ഇവിടെ ഷംസീർ പറയുകയാണ് കാരായി രാജൻ മത്സരിക്കുന്ന കാര്യത്തിൽ SDP-ക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് കരുതുന്നത് എന്ന് പറയുകയാണ്. SDP-യുടെ ഒരു പ്രവർത്തനം കൊല്ലപ്പെട്ടാണല്ലോ. കാരായി രാജൻ അത് ചെയ്തിട്ടില്ല, SDP-ക്ക് അത് ബോധ്യപ്പെടണമെന്ന് പറയുകയാണ്. അപ്പോൾ SDP-യെ ബോധ്യപ്പെടുത്താൻ, SDP-യെ ബോധ്യപ്പെട്ട് അവരുടെ വോട്ട് വാങ്ങാൻ
വോട്ട് വേണ്ട എന്ന് പറയാതിരിക്കാൻ രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. വേണ്ടാന്ന് രണ്ട് കോൺഗ്രസ് വ്യത്യാസം. പറയുന്നില്ല. വേണ്ടാന്ന് കോൺഗ്രസ് പറയുന്നില്ല. വേണ്ടാന്ന് കോൺഗ്രസ് അങ്ങ് എന്ത് പറയുന്നത്? എന്ത് വർത്താനം പറയുന്നത്? പറയുന്നില്ല. ഓരോ സ്ഥാനാർത്ഥികൾ ഞാൻ ഒരു കാര്യം പറയാം സുനിൽ, ഇവിടെ മറ്റു നേതാക്കളുടെ കാര്യമാണ്. UDF കൺവീനർ എന്ന നിലയ്ക്ക് കേൾക്കോ, UDF കൺവീനർ നോക്കൂ, KC വേണുഗോപാലൊക്കെ പറഞ്ഞ ശേഷം പാർട്ടിയിൽ ആലോചിച്ചു, മുന്നണിയിൽ ആലോചിച്ചു. ഞാൻ UDF കൺവീനറുടെ വാചകമാണ് പറയുന്നത്. അതായത് UDF കൺവീനറുടെ വാചകമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ പോയി ചോദിക്ക് വേണ്ടെന്ന് പറയും. കാരണം UDF യോഗം ചേർന്ന ശേഷം PK കുഞ്ഞാലിക്കുട്ടിയുമായി ആലോചിച്ച ശേഷമാണ് ഡ്രാഫ്റ്റ് ചെയ്ത തീരുമാനം. കേട്ടല്ലോ, ഡ്രാഫ്റ്റ് ചെയ്ത തീരുമാനമാണ് SDPI വോട്ട് വേണ്ട എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് UDF കൺവീനർ വ്യക്തമാക്കിയത്. കേട്ടോ, ഒന്ന് ഡോക്ടർ അരുൺ കേൾക്കൂ, വ്യത്യാസം കേൾക്കൂ. നമ്മുടെ മുന്നിലുള്ളത് SDPI നേതാവ് സംസ്ഥാന അധ്യക്ഷൻ സ്മൃതി, മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? പല SDPIയുടെ നേതാവ് തന്നെ പറയുന്നു, പല മതസംഘടനകളും മുസ്ലിം സംഘടനകളും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ പൂർത്തിയാക്കട്ടെ. ഡോക്ടർ അരുൺ ഒരു മിനിറ്റ്, ഡോക്ടർ അരുണിന്റെ പോയിന്റ് പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ SDPI വോട്ട് വേണ്ട എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് UDF ആണ്. ഒന്ന്, VD സതീശൻ UDF കൺവീനർ എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് മാത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. UDF ചെയർമാൻ എന്ന നിലയ്ക്കാണ് പറഞ്ഞതെന്ന കാര്യം അദ്ദേഹം വിശദമാക്കുന്നു. അതിൽ കുഞ്ഞാലിക്കുട്ടിയോട് കൂടി ആലോചിച്ച ശേഷം ഡ്രാഫ്റ്റ് ചെയ്ത തീരുമാനം എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. വേണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോട് നിങ്ങൾക്ക് പോയി ചോദിക്കാം.